ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിതൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും നമുക്കിന്ന് റേഷൻ കടയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ രാവിലത്തെ ഒരു ഇതാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൂക്കളൊക്കെ ഒന്ന് പോയി കണ്ടു. എന്നിട്ട് വന്നിട്ട് ചായ കുടിച്ചു. ചായയും ബിസ്ക്കറ്റും പിന്നെ കഴിക്കാനായിട്ട് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഭയങ്കര കളിയാണ്, കിടന്ന് ചാടുന്നു മറിയുന്നു. എൻ്റെ പൊന്നോ, ഒരു തരത്തിൽ അടങ്ങിയിരിക്കത്തില്ല, അതുപോലെ കുരുത്തക്കേടാണ്. പിന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി, ഞാൻ പറഞ്ഞില്ലേ റേഷൻ കടയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാനും കണ്ണനും പിന്നെ ചേച്ചിയും ഉണ്ട് കേട്ടോ വരാൻ, എൻ്റെ ചേട്ടൻ്റെ വൈഫ്. ഞങ്ങൾ മൂന്ന് ഇവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ കടയിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ നമ്മുടെ ഒരു കടയിൽ കയറി. നമ്മുടെ സ്വന്തം കട കേട്ടോ, സ്വന്തം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കട. നമ്മൾ ഈ കടയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കമ്മൽ മേടിക്കാൻ കയറിയതാണ്, വേറൊന്നുമല്ല, ഒരു കമ്മൽ മേടിക്കാൻ കയറിയതാണ്. പിന്നെ പാലൊക്കെ മേടിക്കണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു പോവാണ്. എൻ്റെ പൊന്നോ, എന്തോ വെയിലാണെന്നറിയാവോ, ഭയങ്കര ചൂട്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് ഉണങ്ങി കരിഞ്ഞൊരു പരുവാകും, അമ്മാതിരി ചൂടാണ്. രാവിലത്തെ വെയിലിന് ഇപ്പോൾ എന്ത് ചൂടാണെന്നോ. ഞങ്ങൾ എങ്ങനെയൊക്കെയോ നടന്ന് വീട്ടിൽ ചെന്ന് കുറച്ച് പോയാൽ മതിയായിരുന്നേ. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് കഥയൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കിനും അറിയത്തില്ല. അപ്പം ഞങ്ങളങ്ങ് നടന്നങ്ങ് പോയി. വീട്ടിൽ ചെന്നൊരു ഗ്ലാസ് വെള്ളം ഒരു കുപ്പിയിൽ നിന്ന് ഒന്ന് തള്ളിയതാണ്. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഉഴുന്നുവടയും മുട്ടയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ദാണ്ട് ഈ ഒരു സാധനം പണ്ട് കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈയിടെ മിനിഞ്ഞാന്ന് ചേച്ചി കൊണ്ടുവന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വറുത്ത് നോക്കാമെന്ന്. പണ്ട് കഴിക്കുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ കഴിച്ചിട്ട് ഈ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് വറുത്തെടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ വറുത്തേ. പണ്ട് ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോഴൊക്കെ ഈ വഴിയിലൊക്കെ വിൽക്കാൻ വെച്ചേക്കും ഇത്. അപ്പോൾ സ്ഥിരം കാണുമ്പോൾ ഈ സ്റ്റാർ ഷേപ്പ് അങ്ങനെ പല ഷേപ്പിലും വരും, അങ്ങ് മേടിക്കുമായിരുന്നു. പിന്നെ അത് വറുത്ത് മാറ്റിയിട്ട് വഴുതനങ്ങ അമ്മയെല്ലാം പുരട്ടി സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നേരെ ചോറ് കഴിക്കാൻ പോയി. ചോറിന് ആ ഫ്രൈയും പിന്നെ അച്ചാറും മോരും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൊറിയർ, നമ്മൾ മീഷോയിൽ നിന്നൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ ഞാനത് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ എന്തോ കിട്ടിയാലും അത് അപ്പം തന്നെ നോക്കിയില്ലേ ഒരു സമാധാനം കിട്ടത്തില്ല. പിന്നെ പെട്ടെന്ന് ക്യാമറയൊക്കെ ഓണാക്കി ചേച്ചി അവിടെ പിടിച്ചിരുത്തി ഞാനത് തുറന്ന് നോക്കി. അത് നോക്കി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കുന്തവും മനസ്സിലായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് പിന്നെ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരി കഴിക്കാനൊരു കൊതി. പിന്നെ പൂരി ഉണ്ടാക്കി. പൂരിയും കിഴങ്ങ് കറിയുമായിരുന്നു കേട്ടോ. അപ്പം അതുണ്ടാക്കി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉണ്ണിയപ്പം കൊണ്ടുപോകും, നല്ല അടിപൊളി ഉണ്ണിയപ്പം. പിന്നെ അത് കഴിച്ചു. പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാക്കിയ പൂരിയും കറിയും കഴിച്ചു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, എൻ്റെ പൊന്നോ, സൂപ്പറായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.